നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സീരിയൽ അഭിനയം അവസാനിപ്പിക്കുകയാണെന്ന് വെളിപ്പെടുത്തി നടി ഗായത്രി വർഷ. തൊഴിലാളി പ്രശ്നങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ സീരിയലിൽ നിന്നും തന്നെ വിലക്കിയെന്നും സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ഗായത്രി വർഷ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതിനെ താൻ നേരിട്ടത് സൈബർ അറ്റാക്കല്ല, വ്യക്തിഹത്യയാണ്. അഭിപ്രായം രേഖപ്പെടുത്തിയത് വളരെ ആത്മാഭിമാനത്തോടെയാണെന്നും എന്നാൽ അതിനെതിരെ ഉയർന്നുവന്ന ആക്രമണം വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ളതാണെന്നും ഗായത്രി വർഷ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിനു മുമ്പും തനിക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് വരെ തോന്നി. അത്രയും മോശമായ ഭാഷയിലാണ് മലയാളികൾ വ്യക്തിഹത്യ നടത്തിയത്. സിനിമാ മേഖലയിൽ ചൂഷണങ്ങൾ ഉണ്ട്, എന്നാൽ നമ്മൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോകണം. നിലവിൽ റിപ്പോർട്ടിൽ പറയുന്നത് 15 പേരുടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. അത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ഈ ചെറിയ ശതമാനം ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഭൂരിപക്ഷമല്ലെന്നും ഗായത്രി വർഷ പറഞ്ഞു. 30 വർഷമായി സിനിമയിൽ ഉണ്ടെന്നും ഇതിനിടയിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞാൽ അത് തെറ്റാകുമെന്നും ഗായത്രി വർഷ പറഞ്ഞു. അത്തരം ഘട്ടങ്ങളിൽ താൻ പിന്മാറാറാണ് പതിവെന്നും നടി പറഞ്ഞു. കേരളത്തിൽ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന് ഇടമില്ല. നിലപാട് പറഞ്ഞാൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പരാതിയുമായി ആര് മുന്നോട്ട് വരുമെന്നും ഗായത്രി വർഷ ചോദിച്ചു. സമൂഹം പരാതിക്കാരിയെ പിച്ചു ചീന്തും. മൊഴി നൽകിയ ആളുടെ സമ്മതപത്രം വാങ്ങി സർക്കാർ ഇടപെടണം. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ സിനിമാ മേഖല നേരിടുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നും ഗായത്രി ആവശ്യപ്പെട്ടു. ഹേമ റിപ്പോർട്ടിൽ അമ്മ നടത്തിയ പ്രതികരണത്തിൽ റീലല്ല റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കണം. റീലിൽ അഭിനയിക്കും പോലെ റിയൽ ലൈഫിൽ അഭിനയിക്കരുത്. സത്യങ്ങളെ സത്യങ്ങളായി കണ്ട് നിലപാടെടുക്കണം. പക്വതയോടെ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിന് മാനുഷികമായി ഇടപെടാനാകൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതി പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. കോടതി പറഞ്ഞാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പരാതി ഇല്ലാത്തതുകൊണ്ട് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് സർക്കാർ കോടതിയെ അറിയിക്കും. സാക്ഷികളുടെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് കോടതിയിൽ വാദമുയർത്തും. ഇരകൾ പരാതി നൽകിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിലപാട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ നയം ഉടൻ രൂപീകരിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. നിയമനിർമ്മാണത്തിന്റെ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി ബോധ്യപ്പെടുത്തും. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ആദ്യ പ്രതികരണം പുറത്തുവന്നത്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് രഞ്ജിത്ത്. ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. സർക്കാർ ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താൻ ആകൂവെന്ന് മന്ത്രി പ്രതികരിച്ചു.